പരിശുദ്ധ വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുക്ക ദിനമാണല്ലോ ഇന്ന്. നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി നോമ്പ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വയ്ക്കാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് സ്വാഭാവികമായി നമ്മൾ വഴുതി പോവുക. ഇറച്ചി, മീൻ, മുട്ട, പാല്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വയ്ക്കാം. ഈ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ എന്ത് നേടുന്നു? ചില കാര്യങ്ങളോട് നോ, ചില കാര്യങ്ങളോട് വിട, ഇവ പറയുന്നത് കൊണ്ട് മാത്രം നോമ്പ് പൂർണ്ണമാകുന്നു എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നോമ്പ് ഫലദായകമാവില്ല. അതിൻ്റെ കാരണം ഇതിനു മുമ്പിലുള്ള നോമ്പ് തന്നെ നമുക്ക് അനുഭവങ്ങളാണ്. വേണ്ട എന്ന് വെച്ചു, നോമ്പ് കഴിഞ്ഞപ്പോൾ വേണമെന്ന് വെച്ചു. അത്ര വ്യത്യാസം ഉണ്ടായുള്ളൂ. കുറച്ച് കാലത്തേക്ക് ഒരു നോ, കുറച്ച് കാലത്തേക്ക് ഒരു ഇടവേള, ചില വിശുദ്ധമായ ദിവസങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ തോന്നിയതുപോലെ, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് സ്വാഭാവികം നമ്മൾ പോകും. അത് വലിയ പരാജയമാണ്. അതുകൊണ്ട് സ്ഥായിയായ യാതൊരു മാറ്റവും മനസ്സിൽ നമ്മുടെ രൂഢമൂലമായ ഒരു മാറ്റം ഉണ്ടാകില്ല. അതുകൊണ്ട് നോമ്പ് ഫലദായകമാകില്ല എന്നത് ഉറപ്പാണ്. സ്നേഹമുള്ളവരെ, നോമ്പ് ഒരല്പം കൂടി കടന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഒരല്പം കടന്ന് യാത്ര ചെയ്യേണ്ട സമയമാണ്. ചില കാര്യങ്ങളൊക്കെ വേണം എന്ന് വെക്കുന്ന കാലഘട്ടം കൂടിയാണ് നോമ്പ്. വേണ്ട എന്ന് വെക്കുന്നു എന്നത് ആദ്യത്തെ പ്രാഥമികമായ ഒരു ചുവടുവെപ്പ് മാത്രമാണ്. എന്നാൽ അത് കഴിഞ്ഞ് യാത്ര ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നിലമൊരുക്കുന്ന പ്രക്രിയ മാത്രമാണ് നോ എന്ന ഭാഗത്ത് നടക്കുന്നത്. ചില ഒരുക്കങ്ങൾ മാത്രം, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാറില്ലേ, ആ തയ്യാറെടുപ്പ് കാലഘട്ടമാണ് ഈ നോ എന്ന അനുഭവം. സത്യത്തിൽ നോമ്പിൻ്റെ സമാപനമാകുമ്പോഴേക്കും ഈ നോ അനുഭവത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ നോമ്പ് ഫലശൂന്യമായി പോകുന്നതിൻ്റെ കാരണം, ഈ നോമ്പൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകണം, നോമ്പിലൊരു വളർച്ച ഉണ്ടാകണം, നോമ്പിലൊരു ഉയർച്ച ഉണ്ടാകണം, നോമ്പിലൊരു മാറ്റം ഉണ്ടാകണം. ഈ നോമ്പ് അതിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. ചില കാര്യങ്ങൾ വർജിച്ചു എന്നതുകൊണ്ട്, ചില കാര്യങ്ങൾ അതിനോട് നോ പറയുന്നു എന്നതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു പോകുന്ന അല്പവിശ്വാസികളായി നമ്മൾ മാറരുത്. ഉയരണം. അവിടെ നിന്നെല്ലാം നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി കയറാൻ നമ്മൾ നിർബന്ധിതരായി മാറുകയാണ്. മനോഹരമായൊരു വേദഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുകയില്ല. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. തീർന്നില്ല. അതിനുശേഷം അവൻ പോയി വൃത്തിയാക്കിയിട്ടിരിക്കുന്നിടത്ത് 7 അതിശക്തരായ പിശാചുകളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വാസമുറപ്പിക്കുകയും ശേഷം അവസാനത്തെ വചനമാണ്, ഈ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. വൃത്തിയാക്കിയൊക്കെ ഇട്ടു, നോ എന്ന് വച്ചു, പകരം ഒന്നും കൊണ്ടും നിറയപ്പെട്ടില്ല. ജീവിതത്തിൻ്റെ മലിനത അനുഭവങ്ങളെ തിരിച്ചറിയാനും അവ വേണ്ട എന്ന് വെക്കുന്ന ഒരു കാലഘട്ടമായി നോമ്പിനെ പരിമിതപ്പെടുത്തിയാൽ നിറയപ്പെടാൻ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വേറെയില്ല. നമ്മുടെ കൃപകൾ നിറയുന്നതിന് എപ്പോഴാണ്? ഇത് കൃപകൾ നിറയപ്പെടുന്ന കാലഘട്ടമാക്കി നമ്മൾ മാറ്റണം. അതാണ് യെസ് എന്ന് പറയുന്ന കാലഘട്ടം. നമ്മൾ നോ എന്ന് വെച്ചു, വേണ്ട എന്ന് വെച്ചു, അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. അവിടെ നിന്ന് കടന്നെഴുന്നേൽക്കണം. ചില കാര്യങ്ങൾ യെസ്, എനിക്ക് വേണം, കൃപയിൽ ഉയരണം. നഷ്ടപ്പെട്ട കൃപകളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന, ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്ന കാലഘട്ടം കൂടിയാണ് നോമ്പ്. അപ്പോൾ നോമ്പ് ഈ ഒരു ചൈതന്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ദൈവം അല്പം കൂടി കൃപയിലേക്ക് ഉയർത്തും. ഈ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിരിക്കും എന്ന് പറയുക. സ്നേഹമുള്ളവരെ, ശുചിയാക്കി വീണ്ടും അതിനേക്കാട്ടിലും മെച്ചപ്പെട്ട തിന്മയുടെ അനുഭവങ്ങളെ കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്, അവൻ്റെ ഭവനം വഷളായി മാറുകയാണ്. ശുചിയാക്കുന്നത് കൊണ്ട് മാത്രം, വൃത്തിയാക്കുന്നത് കൊണ്ട് മാത്രം, നോ എന്ന് വെക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ കൃപയിലേക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഈ പരിശുദ്ധ നോമ്പ്
നമ്മെ വല്ലാതെ മാടി വിളിക്കുന്നത് ഒരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ടെടുത്ത്, ഈശോയെ ഞാനുണ്ട് നിൻ്റെ കൂടെ, നിന്നോടൊപ്പം ഞാനുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വേണ്ട എന്ന് വെക്കുകയും നിനക്ക് വേണ്ടി, നിന്നെ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ യെസ് എന്ന നിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന കാലഘട്ടം, ഇതൊരു വലിയ ഉയർച്ചയായിരിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. നോമ്പ് നമ്മളെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്നു, ഈശോയുടെ മുഖത്ത് നോക്കി ഐ ആം ദെയർ, യെസ് എന്ന് പറയുമ്പോൾ നോമ്പ് ഒരു മെച്ചപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നല്ല ഒരു നോമ്പിൻ്റെ കാലഘട്ടം ഹൃദയപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനം മശിഹ. സ്നേഹവാനായ ഈശോയെ, ഈ പരിശുദ്ധമായ നോമ്പിൽ ഒരാരംഭം കുറിക്കാൻ നല്ലൊരു തുടക്കത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും പ്രിയങ്ങൾക്കും ഒക്കെ അല്ലാതെ വല്ലാതെ സ്ഥാനം കൊടുത്തു പോയിട്ടുള്ള എൻ്റെ ജീവിതം കർത്താവെ, ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് താഴ്ത്തി വയ്ക്കുകയാണ്. മറ്റു പലർക്കും പ്രിയപ്പെട്ടതായ എൻ്റെ ജീവിതം ഈശോയെ നിനക്ക് പ്രിയപ്പെട്ടതായി മാറാൻ വേണ്ടി ഈ മണിക്കൂർ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിൻ്റെ മനസ്സിൽ ഇടമുള്ള വ്യക്തികൾ, നിൻ്റെ മനസ്സിൽ പ്രിയപ്പെട്ടവരായി, നിനക്ക് ഏറ്റവും അടുപ്പമുള്ളവരായി, ഇഷ്ടപ്പെട്ടവരായി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ ഈശോയെ. ഞാൻ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈശോയെ. മറ്റു പലതിനോടും അറ്റാച്ച്മെൻറ്റ്, മറ്റു പലതിനോടും അടുപ്പം, എൻ്റെ കണ്ണുകൾക്ക് പ്രിയപ്പെട്ടത്, എൻ്റെ കാതുകൾക്ക് പ്രിയപ്പെട്ടത്, എൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടത്, എൻ്റെ സ്വകാര്യമായ ജീവിതത്തിൽ പലതും പ്രിയപ്പെട്ടത് കർത്താവെ, അത് നിനക്ക് പ്രിയപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല ഈശോയെ. ചേർന്ന് പോകുന്ന പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈ സമയത്ത് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ നിൻ്റേതാക്കി മാറ്റണമേ ഈശോയെ. അനുതാപമോടെ ഞാൻ തിരികെ വരുന്നു, പ്രിയതാതന്റെ സവിധേ മടങ്ങി വരുന്നു. നിന്റെ മകനാ തീരുവാ യോഗ്യനല്ല, ദാസനായെങ്കിലും സ്വീകരിക്കണമേ. നിന്റെ മകളാ തീരുവാ യോഗ്യയല്ല, ദാസിയായെങ്കിലും സ്വീകരിക്കണമേ. വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ സുഖം പ്രാപിക്കുമെന്നുള്ള കൊതിയോടെ അവന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ പെൺകുട്ടിയെപ്പോലെ ഈശോയെ, ഞാനും കാത്തിരിക്കുകയാണ് നിൻ്റെ നോട്ടത്തിനായി, നിൻ്റെ സ്പർശനത്തിനായി. ഈശോ, എന്നെ സ്പർശിക്കണമേ ഈശോയെ, എന്നെ നിൻ്റെതാക്കി മാറ്റണമേ ഈശോയെ. ഒരു വാക്കുകൊണ്ട് അത്ഭുതം ചെയ്യാൻ, ഇടപെടൽ നടത്താൻ, എൻ്റെ ജീവിതത്തിൻ്റെ തലവര മാറ്റാൻ ഈശോയെ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ
പൂർണ്ണമായി ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു ഈശോയെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വർഗീയമായ ഇടപെടൽ ഈ മണിക്കൂറിൽ ഉണ്ടാകണമേ. ഈ പരിശുദ്ധ നോമ്പിന് ഒരുക്കമായുള്ള ദിനങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ നോമ്പ് കൃപ സമ്മാനിക്കാൻ, ഈ കുരിശ് ഞങ്ങൾക്ക് കൃപ സമ്മാനിക്കാൻ, ഈ പീഡാനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, ഈശോ പീഡാനുഭവത്തിൻ്റെ നനവും നന്മയും വിശുദ്ധിയും കൃപകളും പവിത്രതയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പടരാനും കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയെ. നീ മരിച്ചത്, നീ പീഡ അനുഭവിച്ചത് കർത്താവെ, നീ നൊമ്പരമേറ്റത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഈശോയെ എനിക്കറിയാം. എൻ്റെ ശരീരത്തിൽ പീഡ ഏൽക്കാൻ, എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവെ, ഞാൻ നന്നായിരിക്കാൻ വേണ്ടി, ഞാൻ മെച്ചപ്പെടാൻ വേണ്ടി കർത്താവെ നീ പീഡ സഹിക്കുകയാണ് ഈശോയെ. പീഡാനുഭവത്തിൻ്റെ വലിയ ധ്യാനം കർത്താവെ ഞങ്ങളെ ഒരുപാട് ഈശോയിലേക്ക് അടുപ്പിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി സഹനമേറ്റ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ച ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി നൊമ്പരമേറ്റ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി തുപ്പൽ സ്വീകരിച്ച ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവെ നീ വേദനയേറ്റു, നീ അടിയേറ്റു. ഞാൻ കൊള്ളേണ്ടതായിരുന്നു ഈ അടി കർത്താവെ, ഞാൻ തകർക്കപ്പെടേണ്ട അനുഭവങ്ങളായിരുന്നു അത് കർത്താവെ. ഞാൻ നോവനുഭവിക്കാതിരിക്കാൻ നീ നോവനുഭവിച്ചു ഈശോയെ. എന്നെ നിൻ്റെതാക്കി മാറ്റണമേ. ഈ നോവനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പീഡാനുഭവം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ പതിയുന്നതിന് വേണ്ടി കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്ന ഈശോയെ. പലതവണ എനിക്ക് വേണ്ടി നീ തകർന്നു വീണിട്ടുണ്ട്, പലതവണ നീ മുട്ടിമേൽ ഇഴഞ്ഞിട്ടുണ്ട് കർത്താവെ. എണ്ണിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മുഖം കുത്തി കർത്താവെ എത്രയോ തവണ നീ ഭൂമിയെ ചുംബിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെയും ഞങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഈശോയെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈശോയെ, ഞങ്ങളെ നിൻ്റേതാക്കി മാറ്റണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ കർത്താവ് ഞങ്ങളായിരിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വഴിക്കണ്ണുമായി ഒരപ്പൻ്റെ സ്നേഹത്തോടെ കർത്താവെ എനിക്ക് വേണ്ടി നീ ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നത് കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ബലമാണ്. ധൂർത്തനായ പുത്രനെ പോലെ കർത്താവെ പല ഇഷ്ടങ്ങളുടെ പിറകെ ഞാൻ പോയിട്ടുണ്ട് ഈശോയെ. മാപ്പ് ചോദിക്കുന്ന ഈശോയെ. അപ്പോൾ കണ്ട ഇഷ്ടങ്ങളുടെ എല്ലാം, വെട്ടങ്ങളുടെ എല്ലാം, പ്രിയങ്ങളുടെ എല്ലാം പുറകെ പോയി കർത്താവെ. ഞാൻ നിന്നിൽ നിന്നൊരുപാട് അകന്നു പോയി ഈശോയെ. സ്നേഹത്തിൽ ധൂർത്തനായ ഒരപ്പൻ ഈ ദിവ്യകാരുണ്യത്തിൽ എന്നെ നോക്കിയിരിക്കുന്നു എന്ന് കർത്താവെ ഞാൻ ഓർക്കുകയായി ഈശോയെ. ധൂർത്തപുത്രനെ പോലെ ആ പന്നിക്കുട്ടിൽ കിടന്ന് കർത്താവെ ഞാൻ തിരിച്ചറിയുക ഈശോയെ. ഞാൻ നിന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്നേഹമുള്ള ഒരപ്പൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്, വഴിക്കണ്ണുമായി എന്നെ നോക്കിയിരിക്കുന്ന ഒരപ്പൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരപ്പൻ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ പ്രവർത്തികൾക്ക് തക്കതുപോലെ എന്നോട് പെരുമാറാതെ സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ച അപ്പാ ദിവ്യകാരുണ്യമേ, എന്നിലേക്ക് നിൻ്റെ കൃപ ഒഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എണ്ണി എന്നോട് പ്രതികാരം ചെയ്യാതെ, എൻ്റെ പ്രവർത്തികൾക്ക് തത്തുല്യമായി എന്നോട് പ്രതികാരം ചെയ്യാതെ സ്നേഹം മാത്രം തന്ന് ഈശോ എന്നെ പൊതിയുന്നതിനെ ഓർത്ത് നന്ദി. മറന്നു പോകുന്നതിനെ ഓർത്ത്, ഞാൻ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം മറന്നു കളഞ്ഞ് എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി ഈശോയെ. താങ്ക് യു ജീസസ്. ഒരുപാട് അനുതാപത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വീണ അനുഭവങ്ങളെക്കുറിച്ച് സങ്കടപ്പെടാതെ ഇവിടെ പ്രത്യാശ തരുന്ന, സ്നേഹം തരുന്ന ഒരു സ്നേഹത്തിൽ ധൂർത്തനായ ഒരപ്പൻ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന സ്നേഹമുള്ള മക്കളെ നമുക്കൊരുമിച്ച് ജീവിക്കാനുള്ള പ്രേരണയാക്കി മാറ്റാം. എഴുന്നേൽക്കാനുള്ള കൃപയുടെ സ്രോതസ് ഈ ദിവ്യകാരുണ്യത്തിൽ സ്വർഗം ഒരുപാട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് സ്നേഹമുള്ള നമുക്ക് വിശ്വസിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതി ഉയരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തിയുടെ ഉറവിടമായ ദിവ്യകാരുണ്യത്തിൽ നിന്നും
കൃപയുടെ സ്രോതസ്, കൃപയെ നിന്നിലേക്ക് പൊതിഞ്ഞ് ഒഴുകി ഇറങ്ങുന്നു. ആമേൻ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അനുതാപത്തോടെ, ഒരുപാട് സങ്കടത്തോടെ, പ്രയാസപ്പെട്ട്, ഭാരപ്പെട്ട്, മനസ്സ് കലങ്ങിയ അനുഭവങ്ങളുമായി ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരൊക്കെല്ലാം എല്ലാ വിഷയങ്ങളുടെ മേൽ, അവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേൽ, അവരുടെ എല്ലാ സ്വപ്നങ്ങളുടെ മേൽ, അവിടെ എല്ലാ പ്രത്യാശ അനുഭവങ്ങളുടെ മേൽ സ്വർഗം കുരിശു വരയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. വലിയ ആഴമായ അനുതാപം, സ്വർഗീയമായ അനുതാപം കർത്താവെ മക്കളിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി അപ്പാ എന്ന് പറയാനുള്ള വലിയ ആർജവത്വം അദൂർത്തനായ പുത്രൻ ലഭിച്ചതുപോലെ കർത്താവെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുകൾ നമസ്കരിച്ച് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ. വീണു പോയിട്ടുണ്ട് ഈശോയെ, തകർന്നു പോയിട്ടുണ്ട് ഈശോയെ, സ്നേഹം മറന്നു പോയിട്ടുണ്ട് ഈശോയെ. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഇനി ഞാൻ നിന്നിൽ നിന്നും അകലില്ല. ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോകില്ല. ഞാൻ നിൻ്റെ അടുക്കൽ ചേർന്ന് നിൻ്റെ ഭവനത്തിൽ നിന്നോടൊപ്പം ഉണ്ടാകും ഈശോയെ. തീരുമാനമായി ഈശോയെ, ഒരു നല്ല തീരുമാനം ഞങ്ങൾ എടുക്കുന്ന ഈശോയെ. ഇനി ഞങ്ങൾക്ക് ഈശോ മതി ഈശോയെ, ഇനി ഞങ്ങൾക്ക് ഈശോ മാത്രം മതി ഈശോയെ. ഈശോയാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം തരുന്നത് സ്വർഗമേ നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.